ഇത് കണക്കിനെല്ലാരും പറഞ്ഞു വരുമ്പോഴത്തേക്ക് സന്ധ്യ കോളാണല്ലോ. ഏയ് ഇതിപ്പോ തുടക്കത്തിന്റെ ഒരു ചൂടല്ലേ. ആമ്പിള്ളയുടെ കാര്യത്തിൽ അങ്ങനെ വലുതായിട്ട് സമയം എടുക്കുന്നില്ല. അങ്ങനെയാ ഇപ്പൊ കാണുന്നത്. അല്ല, ഇതുവരെ കണ്ടത് വെച്ച് പറയുമ്പോ പെമ്പിള്ളേരിൽ തന്നെ കാണാൻ ലേശം കൊള്ളാവുന്ന കക്ഷികളാ കുഴപ്പക്കാര്. പുറത്തു വെയിറ്റ് ചെയ്യാം. ശരി. ഡേവിഡ് പി ആന്റണി. ദേ, ഞാൻ മടങ്ങി വരുന്നത് വരെ അധികം കളിയും വർത്താനൊന്നും വേണ്ട. ഈ ഹാള് മൊത്തമായിട്ട് ക്ലോസ് സർക്യൂട്ട് TV വെച്ച് പിടിക്കുന്നുണ്ട് ഉള്ളില്. പറഞ്ഞേക്കാം. ആ എടാ ജോർജി, ഇവന്മാരൊരു വാട്ടർ കൂളർ പോലും വെച്ചിട്ടല്ലോടാ. ഇത്തിരി വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് പുറത്തെങ്ങാനും കാണും, പോയി കുടിച്ചിട്ട് വാ. മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. ഹായ്, പോയി കാര്യം കഴിച്ചിട്ട് വാടാ. ഇതെന്തായിരുന്നു നീ? ഇതിനിടെ വിളിക്കത്തില്ലല്ലോ. ഇല്ലെന്നേ. ഞാനിപ്പോ വരാം. ആ എക്സ്ക്യൂസ് മീ. അല്ല, ഇവിടെ ടോയ്ലറ്റോ? ആ, ഒന്ന് മൂത്രം ഒഴിക്കാൻ. താഴെ പോണം. താഴത്തെ നിലയില് വരാന്തയുടെ ഇടത്തെ അറ്റത്തുണ്ട്. അല്ല, ഒന്ന് പോയിട്ട് വരാലോ അല്ലേ? അല്ലാതെ ഞാനാണോ തീരുമാനിക്കണ്ടേ? അതല്ല, ഇതിനിടയ്ക്ക് വിളി വരികയില്ലോ എന്ന്. കാൻഡിഡേറ്റ് ആണോ? അതെ. പേര്? വിശ്വനാഥൻ. ഇനീഷ്യൽ? കെ വിശ്വനാഥ പിള്ള. അലക്സാണ്ടർ അരവിന്ദാക്ഷൻ, അമ്മിണി മാത്യു, അപ്പുക്കുട്ടൻ നായർ, ബിശ്വാസ് മേനോൻ. ബിശ്വാസ് മേനോനോ? ബിശ്വാസേ, നമുക്കും വല്ല വിശ്വനാഥ പിള്ളാന്ന് ഇട്ടാ പോരായിരുന്നോ? ബിയും വി എന്ന് പറയുമ്പോ വഴി ഒരുപാട്. അതെ അതെ. ദിവാകർ, ദീനാമോൾ, ഡേവിഡ് പി ആന്റണി, ഡി ABCDEFGHIJKLMNOPQRSTU വി വിശ്വനാഥ പിള്ള. അതെ. ആ, സമയമുണ്ട്, പോയിട്ട് വരാം. താങ്ക് യു. ഇത്തിരി വെള്ളം കുടിക്കാൻ ഇല്ല? അത് നിർബന്ധമില്ല. ഇത്രയും തന്നെ ഞാൻ സമ്മതിച്ചത് മറ്റേ സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാ. ഏതാ? ആ പേരിന്റെ അവസാനം ഒരു വാല് കിടപ്പില്ലയോ? എന്തോന്നാ? ആ ഒരു സ്പിരിറ്റ് ഭാസ്കരണ്ണന് സ്വല്പം കൂടുതലാ. അതിപ്പോ ആര് കുറ്റം പറഞ്ഞാലും അങ്ങനെയാ. ആദ്യം ബാത്റൂമിൽ പോ. അവിടെ മറ്റതിനും സൗകര്യമുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് റോഡിന്റെ ഓപ്പോസിറ്റ് സ്വല്പം ഇടത്തോട്ട് ചെന്ന ഹോട്ടലുണ്ട്. ഹോട്ടൽ ബൽസ. ബൽസ. നേരെ എതിരെ ഒരു ചപ്പിട്ട സ്ഥലമുണ്ട്, ഒരു ദരിദ്രവാസിയുടെ. അവിടെ കയറണ്ട. ഇല്ല. പോയി അവിടെ ബൽസായി ചെന്ന് എന്താ വേണ്ടെന്ന് വെച്ചാ ചായയോ പലഹാരോ എന്താന്ന് വെച്ചാ അത് കഴിച്ചു വാ. താങ്ക് യു. സമാധാനായിട്ട് പോയിട്ട് വാ. വിളിപ്പിക്കുന്നതൊക്കെ ഞാനല്ലയോ വിളിക്കുന്നേ. പോയിട്ട് വാ. ചെല്ലേ. ഇങ്ങോട്ടിരിക്കാം. ഒരു ചായ. ചായ മാത്രം മതി. എന്തോ ഒരെണ്ണം കണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ. ആ, ഇത് തന്നെ. ഈയിടെ ഇന്റർവ്യൂ മെമ്മോ ഒന്നും കാണുന്നില്ലല്ലോ 2-3 മാസമായിട്ട്. ഞാനെന്തിനാ അപ്ലൈ ചെയ്യാറില്ല. അങ്ങനെ മനസ്സുകൊടുത്താൽ എങ്ങനാ? ശ്രമിച്ചോണ്ടിരിക്കണം. ബ്രൂസിന്റെ കഥ പഠിച്ചിട്ടില്ലയോ?
അങ്ങനെ തന്നെ അങ്ങ് എഴുതുകയാണോ? അല്ലാതെ പിന്നെ എങ്ങനെ എഴുതാനാ? ഒന്നുകിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. ഇതിനിടെ കിടന്ന് ചളാവള പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കിട്ടില്ല. അതല്ല, കുറച്ചുകൂടെ സമയം എടുത്താലോചിച്ചിട്ട് തീയതി നിശ്ചയിക്കാൻ അവരിങ്ങോട്ട് പെട്ടെന്ന് ചാടിക്കയറി വരികയെന്നൊക്കെ പറഞ്ഞാൽ അവർക്കവിടെ വേറെ പെണ്ണിനെ കിട്ടാതെ നോക്കിയിരിക്കില്ലയോ? എനിക്കെന്തോ ആ ചെറുക്കനെ അത്ര പിടിച്ചില്ല. സിന്ധുവിനും അത്ര തൃപ്തിയാണെന്ന് തോന്നുന്നില്ല. അവക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ ചോദിച്ചതാ. അത് നീ പറയണ്ട. അത് അവൾ അങ്ങനെ അങ്ങ് പറഞ്ഞെന്ന് വെച്ച് ഒന്നാമത് അവരങ്ങോട്ടൊന്നും ചോദിക്കുന്നില്ല. ഇക്കാലത്ത് അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ സർക്കാർ സ്കൂളിലെ അധ്യാപകനെന്ന് പറഞ്ഞാൽ ആർക്കൊരു ആക്ഷേപം പറയാനുമില്ല. കാണാനും എനിക്ക് വൃത്തികേടൊന്നും തോന്നിയില്ല. ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിക്കാൻ നിന്റെ മക്കൾ ഇവിടെ എന്തായിരിക്കുന്നേ? എന്തുണ്ടെന്നുള്ളത് മാത്രമാണോ ഒരു പെണ്ണെന്ന് പറയുമ്പോ? എന്റെ മോക്ക് നല്ല ചൊല്ലും വിളിയും ഉണ്ട്, കാണാനും നല്ലതാ. അവനും കൂടെ ഒരു ജോലിയായിട്ട് മതിയായിരുന്നു. അത് നടന്നു. അദ്ദേഹത്തെ ഉദ്യോഗസ്ഥനാക്കി ശമ്പളം മേടിച്ചിട്ട് പണി കഴിക്കാതിരിക്കുകയാണോ? ഉടനെ നടന്ന പോലെ തന്നെ. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്തോണ്ടാട്ടെ. ഇനി അതും പറഞ്ഞ് അവനെ കുറ്റം പറയാൻ തുടങ്ങണ്ട. ഒന്നാമത് അവനാകെ മനസ്സ് വന്നിരിക്കുക, അതിന്റെ കൂടെ ഇനി അതും പറഞ്ഞ്. ഈ അമ്മയ്ക്ക് സംസാരിക്കാനേ അറിയത്തില്ല. നിനക്ക് ഈ കല്യാണം ഇഷ്ടമാണോ? സത്യം പറ. നിന്റെ കല്യാണം എന്ന് പറയുമ്പോ ഞാൻ ഒരുപാടൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. ഏതാണ്ടല്ല എനിക്കല്ല ഇവിടെ വോയിസ് ഇല്ലാതെ ഉള്ളൂ. നിനക്ക് പറഞ്ഞൂടെ? ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറയണം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഹായ്, ആളുണ്ടല്ലോ. അതൊക്കെ കേശവള്ള സാർ പറഞ്ഞ ഡിസിപ്ലിനാ. ഇത് നമ്മുടെ കുട്ടിയുടെ ചേട്ടൻ. ഓ, ഇതറിയാലോ, പയ്യന്റെ ഫാദർ. ഇത് ഇദ്ദേഹത്തിന്റെ അനിയൻ. ഹലോ, അന്ന് കണ്ടല്ലോ. ഇത് അദ്ദേഹത്തിന്റെ അമ്മാവൻ തൃക്കോട്ടൽ ഗോവിന്ദപിള്ള എന്ന് പറയും. കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ മനസ്സിലായി കാണുമല്ലോ, സംബന്ധക്കാരൻ്റെ അളിയൻ സുന്ദരേശൻ നായർ, ട്രഷറിൽ വർക്ക് ചെയ്യുന്ന. മനസ്സിലായി. വന്നാട്ടെ. വഴി കുറെ ഉണ്ടോ? ഒരു 1/4 മണിക്കൂർ. വന്നട്ടെ. ഇത്തവണ മാമന്മാരെ ആരെയും കൊണ്ടുവന്നില്ല. കൊടുക്കൽ വാങ്ങലും കണക്ക് പറച്ചിലും ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നമ്മൾ മാത്രമായിട്ട് കൂടി തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് കണ്ടു. അതെ. അപ്പൊ അടുത്ത മാസം 11-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി നിശ്ചയം. എന്നിട്ട് ജൂണിൽ നല്ല നേരം നോക്കി ഒരു ചടങ്ങും. അങ്ങനെ അല്ലയോന്നാ? ഓ, നിശ്ചയത്തിന്റെ തീയതി ഇപ്പൊ തീരുമാനിച്ചാൽ മതി. നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാ. അതെ, പിന്നെ എല്ലാവരും ധാരണയില്ല. അതങ്ങനെ തന്നെയാ. എങ്കിലിപ്പോ നമ്മൾ ആളുകളോട് പറയുമ്പോ ഈ ഫോട്ടോ കാണുമ്പം അങ്ങനെ ദൂഷ്യമൊന്നും തോന്നുന്നില്ല. കളറിലായതിന്റെയാ. അമ്മ ആളെ കണ്ടല്ലേ? വിശ്വം, വിശ്വം, അവരിറങ്ങാൻ തുടങ്ങായിരിക്കും. വിശ്വനാഥൻ. ചെല്ല. ഇവരിറങ്ങാൻ തുടങ്ങായിരുന്നു. നിന്നെ കൂടി ഒന്ന് കണ്ടേച്ച്. ഇത് സാറിന്റെ മൂത്ത മകൻ. ആ, മൂത്തത് കളയതും എല്ലാം കൂടി തന്നേ ഉള്ളൂ. നേരത്തെ കണ്ടല്ലോ മാവൻ നമ്മളെ വോട്ട് ചട്ടിയില്. കണ്ടു. നമ്മൾ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, അങ്ങനെ ഒരു പരിചയം തോന്നുന്നില്ല. അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പോണ നിലയ്ക്ക് ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ഇല്ല, ഓർമ്മ വരുന്നില്ല. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ?
ഒരു 2.5-3 കൊല്ലം മുമ്പ്. ഏയ് ഞാനെന്നൊക്കെ ട്രിവാൻഡ്രത്ത് പഠിക്കുക, കോളേജില്ല. മൂവാറ്റുപുഴയും തിരുവനന്തപുരം തമ്മിൽ അത്ര വലിയ ദൂരം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ അമ്മാവ? അത് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പുള്ളി ഏൽക്കാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ തന്നെ അങ്ങ് പറയാം. ഞാൻ ഈ പൈതലാനെ കണ്ടിട്ടുണ്ട് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച്. അല്ല, ഓർമ്മയില്ലേന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഞാനും കൂടെ ചേർന്ന ഈ ചെറുപ്പക്കാരനെ വളഞ്ഞുകൂടി പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത്. ഒരു യാത്രക്കാരന്റെ പോക്കറ്റ് അടിച്ചതിന്. ഇപ്പൊ പിടി കിട്ടിയോ? ഛേ, നിങ്ങൾക്ക് ആള് മാറിയിരിക്കും. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. എടാ കുഞ്ഞേ, തൃക്കോട്ടയിൽ ഗോവിന്ദ പിള്ളയ്ക്ക് ബുദ്ധിക്ക് യാതൊരു പതർച്ചയില്ല. പ്രായം കുറെ ആയിന്ന് വെച്ച് കേട്ടോ. നിന്റെ പുറത്തിട്ടൊരു വീക്ക് എന്നെ പെരുപ്പ് എന്റെ കയ്യിൽ നിന്ന് ഇനിയും മാറിയിട്ടില്ല. ഇദ്ദേഹം വേറെ ആരെയുണ്ടോ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട്? ആഹാ, ഇനി ഉരുളാൻ നോക്കാണോ? അനിയ, എന്റെ ഇത്രയും സ്ഥലത്തിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. എന്തോന്നാ? അതിപ്പോ മനസ്സിലായി. നീ പോണ പുറത്ത്. അച്ഛ, ഇത് വെറും ഒരു കൺഫ്യൂഷന്റെ പുറത്ത്. എന്നോട് പോകാനാ പറഞ്ഞേ. വിശ്വ, നീ ഇനി വരാൻ. വിശ്വ, വിശ്വ, എടാ വിശ്വ. തട്ടിപ്പൊളിക്കൊന്നും വേണ്ട, ഞാൻ തൂങ്ങി ചെത്തിട്ട് പറ്റൂല.